കൈരളിയുടെ ചോദ്യങ്ങൾ വേണ്ടെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു പ്രതികരണം. ഇനി കൈരളിയൊന്നും ചോദിക്കല്ലേ, ചോദിക്കണ്ട, വേണ്ട, ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാം. അല്ല, ഞാൻ പറയാം. താങ്ക് യു, നമസ്കാരം. തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനോട് ചോദ്യങ്ങൾ ചോദിക്കാൻ കൈരളിയുടെ റിപ്പോർട്ടർ ശ്രമിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രതികരണം. കൈരളിയുടെ ചോദ്യങ്ങൾ വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്ന ആളാണ്. എന്നിട്ട് കൂടിയാണ് അദ്ദേഹം ഇത്രയും ജനാധിപത്യ വിരുദ്ധമായി ഒരു ചോദ്യത്തെ സഹിഷ്ണുതയോടെ നേരിടാൻ പോലും അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ജനങ്ങളുടെ ഓരോ വിഷയത്തിൽ ഇടപെടാൻ കഴിയുക? ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുമായി എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ എത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹം അവരോടും ഇതേ സമീപനം തന്നെയല്ലേ സ്വീകരിക്കുക എന്ന് സ്വാഭാവികമായിട്ടും ആരും സംശയിച്ചു പോകും. ചോദ്യങ്ങളൊന്നും വേണ്ട, മൻ കി ബാത്ത് പോലെ അങ്ങോട്ട് പറയുന്നത് മാത്രം കേട്ടാൽ മതി എന്നുള്ള ആ പഴയ ആ ഒരു ചിന്ത ഇപ്പോഴും അദ്ദേഹത്തെ വിട്ടുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. തന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, തനിക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവർ മാത്രം ചോദിച്ചാൽ മതി, അല്ലാത്തവരൊന്നും ചോദിക്കേണ്ടതില്ല. സ്വന്തം മാധ്യമ സ്ഥാപനം ഉള്ളതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ധാരാളമായി അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യും. പക്ഷേ എതിർ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്ന മറുപടി പറയാൻ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ചോദ്യം ഉയർന്നു വന്നു കഴിഞ്ഞാൽ അതിനോട് നിഷേധാത്മക സമീപനം. ഇതാദ്യമല്ല, നേരത്തെയും മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന വേളയിൽ അദ്ദേഹം അവരെ ആക്ഷേപിച്ചുകൊണ്ട് തിരിഞ്ഞ് കൈകൂപ്പി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ ഒരു ചോദ്യം, കൈരളിയുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടിക്ക് പോലും അദ്ദേഹം തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മറുപടിയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇപ്പോൾ സുലേഖ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് കൈരളിയുടെ ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ അദ്ദേഹം കാണിക്കുന്നില്ല. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? നേരത്തെ തന്നെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അസഹിഷ്ണുതയുടെ ഒരു മറുപടി അത് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതാണ്. ഈ ഒരു സംഭവമാണ് ഇന്നിപ്പോൾ കൈരളിയുടെ ചോദ്യങ്ങൾ വേണ്ട എന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മൾ ഇന്ന് അദ്ദേഹം വിളിച്ച പത്രസമ്മേളനത്തിനാണ് നമ്മൾ കൈരളി അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ഈ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥി വിളിച്ച ഒരു പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാനായാണ് അവിടെ എത്തിയത്. അവിടെ എത്തി രാജീവ് ചന്ദ്രശേഖറിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും മാത്രമാണ് ചെയ്തത്. ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വേണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് നമ്മൾ കണ്ടതാണ്. അതിനോട് സമാനമായി തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഈ ഒരു പ്രതികരണവും വന്നിട്ടുള്ളത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ചോദ്യങ്ങൾ വേണ്ട എന്നാണ് ഈ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ അസഹിഷ്ണുത അത് തന്നെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് ഈ ചോദ്യങ്ങളോട് ഭയം, കൈരളിയുടെ ചോദ്യങ്ങളോട് ഭയം ഉണ്ടാകാം. അതായിരിക്കും ഇത്തരത്തിലൊരു പ്രസ്താവന, ഒരു പ്രതികരണം നടത്താൻ അദ്ദേഹത്തിന് പ്രേരണയുണ്ടായത്. ക്ഷമി സുലേഖ, നമ്മൾ ദിവസവും കാണുന്നതാണ് എല്ലാ രാഷ്ട്രീയക്കാരും, അതിപ്പോൾ പ്രതിപക്ഷത്താണെങ്കിലും ഭരണപക്ഷത്താണെങ്കിലും അവർക്ക് മുന്നിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായും ഒരു വാർത്താ സമ്മേളനത്തിൽ ചോദിക്കും. അതിനെല്ലാം അവർ കഴിയുന്നത് പോലെ മറുപടി പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ കളിയാക്കുകയോ ചെയ്യുകയോ എന്ന ഒരു രീതിയല്ല ഇവിടെ. പക്ഷേ നമ്മൾ കാണുന്നത് ചോദ്യം ചോദിക്കുന്നവരോട് ഒരു കഴിഞ്ഞ തവണ നടന്നു പോയതിനു ശേഷം വീണ്ടും തിരിച്ചെത്തി കൈകൂപ്പി കളിയാക്കുന്ന രീതിയിൽ ഈ രാജീവ് ചന്ദ്രശേഖർ നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ കൈരളിയാണെങ്കിൽ ചോദിക്കേണ്ട എന്നുള്ള മട്ടിലേക്ക് അദ്ദേഹം മാറുകയാണ്. ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ മാത്രം അദ്ദേഹം സ്വീകരിക്കുന്നു എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? തീർച്ചയായും ക്ഷമി, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിൽ ചോദ്യങ്ങൾ വേണ്ട എന്നുള്ളൊരു നിലപാടാണ് ഈ തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ചോദ്യങ്ങൾ വേണ്ട, നമുക്ക് പറയാനുള്ളത് മാത്രം അങ്ങോട്ട് കേൾക്കുക, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട എന്നുള്ളൊരു തരത്തിലുള്ളൊരു പ്രതികരണമാണ് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. വലിയ രീതിയിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസഹിഷ്ണുതയുടെ ഒരു ഭാഗമായി തന്നെയാണ് അത്തരത്തിലുള്ളത്. അതായത് തങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുക, അതിനപ്പുറത്തേക്ക് മറ്റു ചോദ്യങ്ങൾ വേണ്ട,
മറ്റു കാര്യങ്ങൾ ചോദിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു കാര്യം ഒരു അവർ വിളിച്ച വാർത്താ സമ്മേളനത്തിന്റെ കാര്യം കഴിഞ്ഞ് മാധ്യമപ്രവർത്തകർക്ക് ചോദ്യമുണ്ടോ എന്ന് പറഞ്ഞ് ഇരിക്കുകയും പിന്നീട് നമ്മൾ ചോദിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ കൈരളിയുടെ ചോദ്യങ്ങൾ വേണ്ട എന്ന തരത്തിലുള്ളൊരു പ്രതികരണം ഉണ്ടായത്. ഇത് തീർച്ചയായും നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു അവരുടെ കാര്യങ്ങൾ കേൾക്കുക, അതിനപ്പുറത്തേക്ക് നമ്മളുടെ കാര്യങ്ങൾ, നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ അത് വേണ്ട എന്ന് തന്നെയാണ് ഇതിലൂടെ രാജീവ് ചന്ദ്രശേഖർ നമുക്ക് മുന്നിലേക്ക് വെക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ മാത്രമല്ല, BJPയുടെ കാര്യങ്ങൾ നോക്കിയാൽ നരേന്ദ്രമോദി ഇതുവരെ ഒരു പത്രമാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ മൻ കി ബാത്ത് എന്ന് നമുക്കിതിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം നരേന്ദ്രമോദി നടത്തുന്ന മൻ കി ബാത്ത് നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് പറയുകയും തിരിച്ചങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ മൻ കി ബാത്ത് എന്ന് പറയുന്നത്. അതിനോട് സമാനമായി തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇത്തരത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ഇങ്ങോട്ട് പറയുകയും അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വേണ്ട എന്നുള്ളൊരു നിലപാടെടുക്കുകയുമാണ് ചെയ്യുന്നത്. അത് തീർച്ചയായും ഈ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അദ്ദേഹം ഭയക്കുന്നുണ്ടാകാം. കാരണം തീർച്ചയായിട്ടും സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്. വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖറിനോടല്ല, പൊതുപ്രവർത്തകനായ രാജീവ് ചന്ദ്രശേഖറിനോടാണ് ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത്.